നമസ്കാരം. വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രെറ്റയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രെറ്റയുടെ മാർക്കറ്റ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രെറ്റ റൈവൽ അത്തരത്തിലൊരു വാഹനം വരുന്നു എന്നുള്ളത്. പല വാഹന നിർമ്മാതാക്കളും അത്തരം പേരിൽ വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ക്രെറ്റ റൈവൽ എന്നുള്ള പേരിൽ പല മാധ്യമങ്ങളും ഇത്തരം വാഹനങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നുമുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം വാഹനങ്ങൾക്ക് ഒരു പ്രചാരം ലഭിക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ മാരുതിയുടെ വിക്ടോറിയസ്, അതിനു മുമ്പ് ഹോണ്ടയുടെ എലിവേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈവൻ സിട്രോൻ്റെ തന്നെ എയർക്രോസ് എന്ന് പറയുന്ന വാഹനമൊക്കെ ക്രെറ്റ റൈവൽ എന്നുള്ള രീതിക്ക് വന്ന വാഹനമാണ്. ഈവൻ സെൽറ്റോസ് പോലും, അതായത് ഇവരുടെ ഒരു സഹോദര കമ്പനിയായിട്ടുള്ള കിയയിൽ നിന്നാണ് ഈ ഒരു വാഹനം വരുന്നത്. പക്ഷേ ക്രെറ്റയുടെ ഒരു മാർക്കറ്റ് ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അത് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഓരോ മാസത്തെ സെയിൽ നോക്കുമ്പോഴത്തേക്കും 1, 2, 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ക്രെറ്റ തീർച്ചയായിട്ടും വരും. 15,000-നൊക്കെ ഒരു ആവറേജ് ഒരു 15,000 ഒക്കെ അവരുടെ ഒരു സെയിൽ തീർച്ചയായിട്ടും ക്രെറ്റയിൽ നിന്ന് തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ ഇപ്പോൾ 2026 വരാൻ പോകുന്ന അവരുടെ സി സെഗ്മെൻറ്റിലുള്ളൊരു CSUV അൺവീൽ ചെയ്തിട്ടുണ്ട്. പാർഷ്യലിയാണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് ടെക്ടോൺ എന്നാണ് പേരിട്ടിട്ടുള്ളത്. ടെക്ടോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ടിബറ്റൻ പ്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് അത് മൂവ് ചെയ്യുന്നു, അതിൻ്റെ ടെക്ടോണിക് മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇതൊരു ജിയോഗ്രഫി സംബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈവൻ ദോ ഇവരുടെ ഈ ഒരു പ്രസൻറ്റേഷനൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമച്ചർ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ, അതായത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ പ്രസൻറ്റേഷൻ ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനം എന്തായാലും അൺവീൽ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് നിസാൻ ടെക്ടോൺ എന്നുള്ളതാണ്. ഗ്രീക്ക് നെയിമിൽ ഈ ഒരു ടെക്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ്സ്മാൻ എന്നുള്ള രീതിക്കൊക്കെയാണ് അതിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥത്തിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഈ ഒരു വാഹനം എക്സ്റ്റീരിയറിൽ ഒരുപാട് നിസാൻ പാട്രോളിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 രീതിക്കുള്ള ഒരു ഡിസൈൻ ലേ ഔട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 വരാൻ പോകുന്ന നിസാൻ്റെ സി സെഗ്മെൻറ്റ് SUV ആണ്, നിസാൻ ടെക്ടൺ. എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിസാൻ്റെ ഡിസൈൻ ഡയറക്ടറായിട്ടുള്ള കെൻലി പറഞ്ഞത് ഈ ഒരു വാഹനം ഒരു ബേബി പെട്രോൾ എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ ഒരുപാട് ഡിസൈൻ ലാംഗ്വേജ് എക്സ്റ്റീരിയറിൽ ഈ ഒരു വാഹനത്തിനുണ്ട്. ഫ്രണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നിസാൻ പാട്രോളിൻ്റെ ആ ഒരു മുഖഭാവത്തിനോട് ഒരുപാട് സാദൃശ്യമുണ്ട്. ഒരു C എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ടോ അല്ലാതെയോ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് അങ്ങനെയാണ്. ഇവരിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, അത് മാത്രമല്ല കണക്റ്റഡ് ആയിട്ടുള്ള LED ലാമ്പുകൾ, ഇതെല്ലാം നമുക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പാർഷ്യലായിട്ടൊരു C എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ പ്രതിച്ഛായ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ചധികം ഒരു സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ബമ്പറിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിൽവർ ഫിനിഷ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അലുമിനിയം ഫിനിഷാണ് അവിടെ വരുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൽ ഈ ബേബി പാട്രോൾ എന്ന് വിളിക്കാനുള്ള കാരണം ഈ ഫ്രണ്ടിൻ്റെ ഡിസൈൻ ആ ഒരു രീതിക്ക് വന്നതുകൊണ്ടാണ്. നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മൾട്ടി സ്പോക്ക് അലോയ് വീലാണ് വരുന്നത്. പ്രധാനമായിട്ടും ഈ സൈഡിൽ, അതിപ്പോൾ നമ്മൾ ഡസ്റ്ററിലൊക്കെ ഇനി വരാൻ പോകുന്ന ഡാഷിയുടെ ഡസ്റ്ററിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ക്ലാഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാഡിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തീമാറ്റിക് പ്രസൻറ്റേഷൻ എന്നുള്ള രീതിക്ക് ഒരു എംബ്ലം കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ ഇനിയിപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനിയും നമ്മൾ നോക്കി കാണേണ്ടതാണ്. കാരണം ഒരു 95% പ്രൊഡക്ഷൻ സ്പെക്കിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഫ്രണ്ട് ബോണറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ടെക്ടൺ എന്ന് പറയുന്ന ഒരു എംബ്ലം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ എംബ്ലം എന്ന് പറയുന്നത് 3D ലോഗോ പോലുള്ള ആ ഒരു എംബ്ലം, അത് കുറച്ച് സൈസ് കൂടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വാഹനം വരുമ്പോഴത്തേക്കും ഒരുപാടൊന്നും സൈസ് കൂടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. ഇനി ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളുണ്ട്. അവിടെയും നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റിലൊക്കെ ആ ഒരു C എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പ്രതിച്ഛായ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ സ്പോയിലർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സെൻട്രൽ പോർഷൻ കുറച്ചൊന്ന് ചെത്തി മിനിക്കുന്നത് തോന്നുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. അത്തരത്തിലുള്ള ഒരു സ്പോയിലർ ഡിസൈനൊക്കെ എയറോഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യും. ഇതൊരു ബോക്സി ഷേപ്പ് വാഹനമാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ബോക്സി ഷേപ്പ് വാഹനം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ക്യാരക്ടർ ലൈൻസും കട്ട്സ് ആൻഡ് ക്രീക്സ്, അത് മാത്രമല്ല ഇത്തരത്തിലുള്ള സ്പോയിലർ ഡിസൈൻ എല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഹൈബ്രിഡ് വേർഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഹൈബ്രിഡ് കൊണ്ടുവരുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഒരു ടർബോ എഞ്ചിനും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഡീസലിൻ്റെ കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഡീസൽ ഇല്ലാതെ ഈ ഒരു സെഗ്മെൻറ്റിൽ വാഹനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു
ക്വസ്റ്റ്യൻ മാർക്കാണ്. മാരുതി മാത്രമാണ് അത്തരത്തിൽ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അധികം ഫോട്ടോസൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. എന്നാൽ പോലും ഒരു 3 ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3 ടോൺ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് തവണ ആ ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ട് പോലും എനിക്ക് ഇവരെന്താ പറയുന്നത് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്തരത്തിലൊരു എന്താ പറയുക വളരെ മോശമെന്ന് പറയാം. അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. കാരണം നിസാൻ ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് പേജിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വാഹനം മൊത്തത്തിൽ ഒരു ഭംഗിയുള്ളൊരു വാഹനം തന്നെയാണ്. എന്തായാലും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ട് ലോകമെമ്പാടും കയറ്റുമതി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തെ നിസാൻ ഇപ്പോഴും കരുതുന്നത്. ഇനിയിപ്പം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡ് വാഹനം വരുമോ എന്നുള്ളതാണ്. ഹൈബ്രിഡ് ഇല്ലാതെ ഇനി ഒരു സെഗ്മെൻറ്റിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഇനി വരുന്ന വാഹനങ്ങളെല്ലാം ഹൈബ്രിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, എക്സ്പെഷ്യലി ഈ ഒരു സെഗ്മെൻറ്റ്. ഇനി നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സാറ് പറഞ്ഞിട്ടുണ്ട് 4 മാസത്തിനുള്ളിൽ പെട്രോൾ വാഹനത്തിൻ്റെയും ഇലക്ട്രിക് വാഹനത്തിൻ്റെയൊക്കെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആകും എന്നുള്ളത്. അത് എത്ര കണ്ട് ശരിയാകും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം പെട്രോളിൻ്റെയും ഇപ്പം ഈ പറയുന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെയൊക്കെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആകണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പെട്രോൾ വാഹനങ്ങളുടെ വില കൂട്ടുക എന്നുള്ളതാണ്. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയും എന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും വളരെ ചെറിയൊരു കോണ്ടന്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വാഹനത്തിൻ്റെ വിലയോ ഈ വാഹനം 2026 എന്ന് ഇറങ്ങും എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വാഹനത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ടീസറൊക്കെ കാണിക്കും എന്നുള്ളതാണ്. നിസാൻ നല്ല കമ്പനിയാണ്, മികച്ച ജാപ്പനീസ് പെഡിഗ്രി ഉള്ളൊരു കമ്പനിയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരട്ടെ. അവരുടെ ടെറാനോയൊക്കെ വളരെ മികച്ചൊരു വാഹനം തന്നെയാണ്. ഡസ്റ്ററിൻ്റെ സിബ്ലിംഗ് ആണ്. അപ്പം ഡസ്റ്ററിൻ്റെ ഒരു സിബ്ലിംഗ് എന്നുള്ള രീതിക്ക് ടെറാനോ വന്നപ്പോൾ അതിന് നല്ലൊരു സ്വീകാര്യത ലഭിച്ചു. 85 PS കൂടുതൽ കംപ്ലയിൻസുകളുണ്ടായിരുന്ന 110 ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെയും ഈ ഒരു ടെക്ടോൺ എന്ന് പറയുന്ന വാഹനം ഉണ്ടല്ലോ, അതിന് പാരലായിട്ട് റെനോയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു വാഹനം ഉണ്ടായിരിക്കും. കാരണം പ്ലാറ്റ്ഫോമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം ഷെയറിങ്ങും അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസും ലുക്കും തീർച്ചയായിട്ടും കൊണ്ടുവരും. പക്ഷേ ബേസിക്കലി ഈ 2 വാഹനങ്ങളും ഒന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസ് ആണ് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.